എവരിവൺ. നമ്മുടെ ഡെൻ മാസ്റ്റർ ഡെന്റൽ അക്കാഡമി എന്ന് പറയുന്ന നമ്മുടെ ഒരു പുതിയ ഇനീഷ്യേറ്റീവിനെ കുറിച്ച് പറയാനാണ് ഈ ഒരു ഓറിയന്റേഷൻ വീഡിയോ. നിങ്ങൾ കുറെ വോയിസും അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങളുടെ ക്ലാസ് റിപ്പർമാരുടെയൊക്കെ മെസ്സേജും കാറിലൊക്കെ കേട്ട് കാണും ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച്. ഫസ്റ്റ് ഇയർ കുട്ടികളെ എങ്ങനെ എക്സാം, കാരണം 5-6 മാസത്തോളമായിട്ട് ലോക്ക്ഡൌൺ ആണ്, അവർക്ക് ക്ലാസ് കിട്ടിയിട്ടില്ല, ഓൺലൈൻ ക്ലാസ് അത്ര എഫക്റ്റീവ് അല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ അവരെ ഫസ്റ്റ് ഇയർ എക്സാം പാസ്സാക്കാം, അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്ത് അവരെ ഈ ഒരു സിസ്റ്റത്തിലൂടെ അഡാപ്റ്റ് ചെയ്ത്, കാരണം +2 ബേസിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ എൻട്രൻസ് ബേസിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കോളേജിലെ അല്ലെങ്കിൽ BDS കുഹാസിലെ BDS എക്സാം എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവരെ 100% പാസ്സാക്കാൻ വേണ്ടി ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നതാണ്. ഞാൻ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ട്രിവാൻഡ്രത്ത് നിന്ന് പാസ് ഔട്ട് ആണ്. എൻ്റെ പേര് റമീസ് കെരി. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് ഇന്ദിരാഗാന്ധി ഡെന്റൽ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയ മുഷ്താഖ് ഉമ്മർ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത്, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇനീഷ്യേറ്റീവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഓറിയന്റേഷൻ ക്ലാസ് എങ്ങനെ, ഇതിനകത്തേക്ക് ഒരു തയ്യാറെടുപ്പായിട്ട് ഓറിയന്റേഷൻ ക്ലാസ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ഡൗട്ട്സ് കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്നതിന് ഞങ്ങൾ മാക്സിമം സപ്പോർട്ടീവായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനാണ് ഈ ഒരു ഇത്. അതുകൊണ്ട് ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ എല്ലാം വിശദമായിട്ട് പറയുക. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ ഇത് ഇംപ്രസീവ് ആക്കാം അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള രീതിക്ക് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം. അതനുസരിച്ച് ഞങ്ങൾ വർക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഓറിയന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്ത് എന്താണ് കുഹാസ്, കേരള ആരോഗ്യ സർവകലാശാല എന്ന് നിലവിൽ കുഹാസിന്റെ കുറച്ച് കാര്യങ്ങൾ, ഈ കുഹാസിന് കീഴിൽ BDS എക്സാം അല്ലെങ്കിൽ നമ്മുടെ BDS കോഴ്സിന്റെ കാര്യങ്ങൾ, നമ്മുടെ കോഴ്സിനകത്ത് എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എക്സാംസ് കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊരു ഓർമ്മയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആണ്, ഒരു ഐഡിയ വേണമല്ലോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കുഹാസിന്റെ എക്സാം ബേസ്ഡ് ആയിട്ട് അതിന്റെ സിലബസ് എന്താണ്, നമുക്ക് BDS കുട്ടികൾക്ക് എന്താണ് പഠിക്കേണ്ടത്, ഏത് രീതിക്ക് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അങ്ങനെയുള്ള പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടാമത് പറയാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് പറയാൻ ഉദ്ദേശിക്കുന്നത് എക്സാം എഴുതുന്നത്, പ്രസന്റേഷൻ ഓഫ് എക്സാം. നമ്മൾ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ല, നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ദാറ്റ് പാർട്ട് ഓഫ് ദ ടൈം ഓഫ് ദ എക്സാം, ആ ടൈം നിങ്ങൾ എന്താ പറയാ എക്സാമിന് ഇരിക്കുന്ന ആ 3 മണിക്കൂർ നിങ്ങൾ ചെയ്യുന്ന വർക്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗിലൊന്നും അല്ല കാര്യം, ബട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന കാര്യം ഭയങ്കര ഭംഗി കൂട്ടി ചെയ്യുക എന്നല്ല പ്രസന്റേഷന്റെ അർത്ഥം, പക്ഷെ സ്ട്രക്ചേർഡ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ കാര്യം. അപ്പം ഇത് മൂന്നാമത്തെ ഒരു കാര്യം. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത് നിങ്ങളത്. ആദ്യത്തെ കാര്യം, കുഹാസ് 2010 മുതലാണ് കുഹാസിന്റെ 2010 അഡ്മിഷൻ ബാച്ച് മുതലാണ് കുഹാസ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് നിലവിൽ വന്നത്. ഇപ്പൊ തുടങ്ങിയിട്ട് 10 വർഷമായി. ഈ ഫസ്റ്റ് ബാച്ച് 2010 കയറി 2011 എക്സാം എഴുതി. ആ 2011 ഫസ്റ്റ് ബാച്ച് എക്സാം എഴുതിയപ്പോ മുതൽ അന്നത്തെ 100% 50% തോൽവിയായിരുന്നു ഫസ്റ്റ് ഇയേഴ്സിന് യൂണിവേഴ്സിറ്റി മാറി പുതിയ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിനു മുൻപ് കാലിക്കറ്റ് മലബാർ മേഖലയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും മിഡിൽ മേഖലയിലെ MG യൂണിവേഴ്സിറ്റിയും താഴെ സൗത്ത് മേഖലയില് കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഇതെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ കോളേജുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള ആരോഗ്യ സർവകലാശാല രൂപീകൃതമായി. അതിന്റെ ഫസ്റ്റ് ബാച്ച് 2011 എക്സാം എഴുതിയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. കാരണം അവർക്ക് ബേസിക്കലി കുഹാസിന്റെ മെയിൻ പോസ്റ്റ് ഇരിക്കുന്ന VC, പ്രോ VC അങ്ങനെയുള്ള ഇതിലൊന്നും MBBSകാരും ആയുർവേദക്കാരും ഹോമിയോക്കാരൊക്കെയാണ് ഉണ്ടായിരുന്നത്, എക്സാം കൺട്രോളറൊക്കെ ഉണ്ടായിരുന്നത്. BDS എന്ന ആരും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഒരു ഐഡിയ അവർക്ക് പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നില്ല. ഫുൾ ഫ്ലോപ്പ് ആയിരുന്നു. ഫസ്റ്റ് ബാച്ച് 50% തോൽവിയായിരുന്നു. അതായത് കേരളത്തിൽ 1000 പേര് എക്സാം എഴുതിയെങ്കിൽ 500 പേര് തോറ്റുപോയി. ഞാൻ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ട്രിവാൻഡ്രത്ത് പഠിച്ചാണ്. അന്ന് ഞങ്ങളുടെ സീനിയർ ബാച്ചിലെ 50 പേരിൽ 28-30 പേരെങ്ങാണ്ടാണ് തോറ്റുപോയത്. ആ വർഷം ഒരുപാട് വലിയ പ്രക്ഷോഭങ്ങളും കേരളം മുഴുവൻ അരങ്ങേറി. കുഹാസിൽ ഒരുപാട് സമ്മർദ്ദവും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെയാണ് നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്ട് പോയാൽ ക്യാരി ചെയ്യാം എന്നുള്ളത് റൂള് വന്നത്. അത് വന്നെങ്കിൽ പോലും ഇന്ന് കുഹാസിൽ ഒരുപാട് തോൽവിയാണ്. ഇപ്പോഴും നമ്മുടെ തോൽവി 20% മുതൽ 30% വരെയാണ് തോൽവി. അത് ഇപ്പോഴും നമുക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. ചില കോളേജിൽ 40% ഉണ്ട്. 1-2 കോളേജ് പേരെടുത്ത് പറയുന്നില്ല. 2017 ബാച്ചിലൊക്കെ 100-ൽ 45 പേര്, 52 പേര്, 28 പേരെയൊക്കെ തോറ്റ ചരിത്രങ്ങളുണ്ട്. അപ്പം അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഒരുപാട് തോൽവിയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ ആ തോൽവി അഡീഷണൽ ബാക്കായി 6 മാസം ഇറങ്ങിയിരിക്കേണ്ട അവസ്ഥ മാറ്റാൻ വേണ്ടി ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ നമ്മൾ കേരള ഡെന്റൽ സ്റ്റുഡൻസ് അസോസിയേഷൻ വഴിയും അല്ലാതെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട്. പക്ഷെ അതൊക്കെ കേന്ദ്രം ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ തീരുമാനമായതുകൊണ്ട് മാത്രം നമുക്കത് തീർക്കാനോ മാറ്റാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ അതിനുവേണ്ടിയുള്ള
ശ്രമങ്ങൾ ഇപ്പോഴും എല്ലാ തവണയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് അതിന്റെ വഴിയെ പോട്ടെ. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പാസ്സാവുന്ന ശതമാനത്തിൽ നമ്മുടെ പേരും വരിക, നമ്മളെല്ലാവരും പാസ്സാകുക, 100% പാസ്സാക്കിപ്പിക്കുക നമ്മുടെ കുട്ടികളെ കൊണ്ട്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കേസ് നമ്മുടെ ഫസ്റ്റ് ഇയർ സബ്ജക്ട് അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. ഈ 3 സബ്ജക്ട് നമുക്ക് മെഡിക്കൽ സബ്ജക്റ്റ് ആണ്. പിന്നെ ഉള്ള ഡെന്റൽ അനാട്ടമി ആൻഡ് ഓറൽ ഹിസ്റ്റോളജി, ഈ സബ്ജക്റ്റ് ആണ് നമുക്ക് ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ളത്. മൊത്തം ഈ 4 സബ്ജക്ട് 3 പേപ്പർ, ഫിസിയോബാക്കും മിക്സ്ഡ് ആയിട്ട് 3 പേപ്പറാണ് നമുക്ക് ഉള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊരു ഓവർവ്യൂ ആയിട്ട് പറയുകയാണ്. ഇനി നമുക്ക് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജയിക്കുക എന്നുള്ളത് ഇപ്പൊ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ജയിക്കുക എന്നുള്ളത് വലിയ ഹിമാലയയിലെ എർക്കൂലിയൻ ടാസ്ക് ഒന്നുമല്ല. എല്ലാവർക്കും പഠിച്ചാൽ ജയിക്കാൻ പറ്റും. അപ്പൊ ഒരു ചോദ്യം, പഠിച്ചാൽ പിന്നെ ജയിക്കുമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് തോൽവി വരുന്നത് എന്നുള്ളത്. പഠിക്കാതിരിക്കുന്നവരെ, അലമ്പി നടക്കുന്നവരോ അഴപ്പി നടക്കുന്നവരോ അല്ല തോക്കുന്നത്. തോക്കുന്ന ആ കുട്ടികളെല്ലാം പഠിച്ചിട്ട് തോക്കുന്നതാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ +2 കഴിഞ്ഞിട്ട് നേരെ വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ബ്രില്യന്റിൽ പോയിട്ട് എൻട്രൻസ് ബേസ്ഡ് ആയിട്ട് ഫുൾ ബയോകെമിസ്ട്രി, ബയോളജി, NCERT ഒക്കെ അരച്ച് കലക്കി കുടിച്ച കുട്ടികളാണ് വന്നിട്ട് ആ ഒരു ലെവലിൽ നിന്നാണ് അവർ വരുന്നത്. നിങ്ങൾ വരുന്നത് ലെവലെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾ ആ രീതിക്ക് പഠിച്ചാണ് വന്നത്. അപ്പൊ നിങ്ങൾ വന്നിട്ട് ഫസ്റ്റ് ഇയർ വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസിന്റെ എക്സാം പാറ്റേൺ കാര്യങ്ങളായിട്ടൊന്നും ഇടകി ചേരാൻ ഈ ഒരു വർഷം കൊണ്ട് സാധിക്കുന്നില്ല. അത് ചിലപ്പോ ഫസ്റ്റ് ഇയർ ആണ്, പല കോളേജിലും സീനിയേഴ്സ് ആയിട്ട് ബന്ധങ്ങൾ ഉണ്ടാവില്ല. ഫസ്റ്റ് ഇയർ ആണ് വന്നതിന്റെ പുതുമ, സീനിയർ റാങ്കിങ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് സീനിയേഴ്സിന് നിങ്ങളുടെ കമ്പനി വിടാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ചില കോളേജിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഫസ്റ്റ് ഇയേഴ്സിന് ഇങ്ങനെ സ്റ്റാഫും ഫാക്കൽറ്റി എല്ലാവരും മാറ്റി സേഫ് ആക്കി നിർത്തിയിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ സീനിയേഴ്സിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാതെ ആണ് നിങ്ങൾ തോക്കുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിലെ കുട്ടികൾ, എന്റെയൊക്കെ ബാച്ച് അടക്കം, എന്റെയൊക്കെ ബാച്ച് ഒരുപാട് അഡീഷൻസ് ഉണ്ടാവും, അവരൊക്കെ തോക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഓട്ടോമാറ്റിക്കലി ഒരു എക്സാം എഴുതി പരിചയമായി കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ അങ്ങ് പാസ്സായി പോകും. ഏറ്റവും പാട് എന്റെ ഒരു അഭിപ്രായത്തിൽ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ ഫൈനൽ ഇയർ ആണ്. പക്ഷെ അതൊക്കെ ഓട്ടോമാറ്റിക്കലി പാസ്സായി പോകും. ഫസ്റ്റ് ഇയർ ഈ ഒരു ഐഡിയ എന്ത് ചെയ്യണം എന്നുള്ളൊരു പാറ്റേൺ അറിയാത്തതുകൊണ്ടാണ് ഫെയിൽ ആവുന്നത്. അപ്പം ഞാൻ പറയുന്നിടത്തോളം നിങ്ങളെ ബെസ്റ്റ് ആയിട്ടുള്ള വേയില് പഠിക്കേണ്ട രീതി, ആ പാറ്റേൺ അനുസരിച്ച് കുറച്ചു സമയം പഠിച്ചു, ഒരുപാട് സമയം ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യേണ്ടതൊന്നും നല്ല കാര്യം. അങ്ങനെ ചെയ്താലും ഫെയിൽ ആവണമെങ്കിൽ ഫെയിൽ ആവും. ബട്ട് പാസ് ആവണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാറ്റേണുമായിട്ട് അഡാപ്റ്റഡ് ആയിട്ട് ഏത് രീതിക്കാണോ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ആ രീതിക്ക് പഠിച്ച് ആ രീതി എക്സാം അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമ്മൾ പാസ് ആവുള്ളൂ. അതാണ് എനിക്ക് എക്സാമിന്റെ അപ്രോച്ചിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ +2 അല്ലെങ്കിൽ നിങ്ങൾ NCERT ലെവലിൽ അല്ല ചെയ്യുന്നത്. ഞാനടക്കം ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകും. ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബുക്ക്, അതായത് നമ്മൾ അന്നത്തെ പോലത്തെ NCERT ചെറിയ പുസ്തകം അല്ല നമുക്കുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് പല കോളേജിലും ഓർബൻസ്, അതുപോലെ തന്നെ അനാട്ടമി, ചൗരസ്യ, അങ്ങനെയുള്ള ബുക്സ് ഒക്കെയാണ്. AK ജെയിൻ ഫിസിയോളജി പോലത്തെ ബുക്സ്, ഇത്രയും കട്ടിയുള്ള ബുക്കുകളാണ് നിങ്ങൾ വായിക്കുന്നത്. ഇത് മൊത്തം നിങ്ങൾ നമ്മൾ എൻട്രൻസിന് പഠിച്ചതുപോലെ ഫുള്ള് ബൈഹാർട്ട് ചെയ്തിട്ട് പോവാം എന്നുള്ളൊരു അപ്രോച്ചിലാണ് പലരും ഫസ്റ്റ് ഇയറിൽ അങ്ങനെ പഠിച്ചു വന്ന രീതിക്കാണ് നിങ്ങൾ എക്സാം അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ എക്സാം അപ്രോച്ച് ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ മാക്സിമം ഇടാൻ പറ്റില്ല. അപ്പം അതിനെ എന്താ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പഠിക്കേണ്ട കുറച്ച് രീതിയുണ്ട്. ആ രീതിയിലോട്ടാണ് അടുത്ത കിടന്നത്. അപ്പൊ കുവാസിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് എക്സാം, അതായത് കുവാസിന്റെ മീൻസ് എന്ത് പഠിക്കണം, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എന്ത് പഠിക്കണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു കാര്യം പറയട്ടെ, നമുക്കൊരു പർട്ടിക്കുലർ സിലബസ് ഉണ്ട്. ഈ സിലബസ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന സിലബസ് ആണ്. യൂണിവേഴ്സിറ്റി ഒരു ടെക്സ്റ്റ് ബുക്കും പറയുന്നില്ല. അത് കോളേജ് ലെവലിൽ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയും ഇന്ന ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം എന്ന് അവരുടെ സിലബസിൽ ഇല്ല. സിലബസ് എന്ന് പറഞ്ഞാൽ ടോപ്പിക്സ് മാത്രമല്ല. ആ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏത് ബുക്സ് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. പലരും പല ബുക്സ് ആയിരിക്കും പഠിക്കുന്നത്. അനാട്ടമി, ഇസ്ലാം സിംഗ് പഠിക്കുന്നവരുണ്ട്, ചൗരസ്യ പഠിക്കുന്നവരുണ്ട്, അതുപോലെ ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. പക്ഷെ ഏത് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളതല്ല, ഈ സിലബസിലെ ടോപ്പിക്സ് കവർ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. സിലബസിൽ തന്നെ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആണ്. അതായത് എസ് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് വരിക, ഷോർട്ടസ്റ്റ് ഏതൊക്കെ ടോപ്പിക്കാണ് വരിക എന്നൊരു കോളം വെച്ചൊരു സിലബസിൽ തന്നെ ഉണ്ട്. ഷോർട്ട് നോട്ടുകൾ എവിടെ നിന്നൊക്കെയാണ് വരിക എന്നുള്ളത്. പഴയ സിലബസ് 2010 സ്കീമിന്റെ സിലബസ് നോക്കിയാൽ കുറച്ചും കൂടെ വ്യക്തമാവും ഈ സ്ട്രക്ചേർഡ് സംഭവങ്ങൾ. ഇപ്പോഴത്തെ ഇച്ചിരി വൈകാൻ തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി, എന്റെ ഫോണിൽ കിടപ്പുണ്ട്. ഇനി എക്സാം ഓറിയന്റഡ് ആയിട്ട്, അതായത് എക്സാമിന് വരിക എന്നുള്ളത്, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ സിലബസ് ഒരു 100% നമ്മൾ എടുക്കുകയാണ്. ആ സിലബസിലെ ഒരു 30% ടോപ്പിക്കിൽ നിന്നാണ് നിങ്ങളുടെ എക്സാമിന്റെ ഇപ്പൊ നിങ്ങൾക്ക് 70 മാർക്കാണ് എക്സാം. 70 മാർക്കിൽ ഒരു 55 മാർക്കും അല്ലെങ്കിൽ 60 മാർക്കും നിങ്ങൾക്ക് വരിക ഈ 30% ടോപ്പിക്കിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം,
ഈ 30% ടോപ്പിക്ക് നിങ്ങൾ നല്ല രീതിക്ക് പഠിക്കണം. എന്നിട്ട് ബാക്കി 70% നിങ്ങൾ ഇച്ചിരി ടൈം കുറച്ച് പഠിച്ചാൽ മതി. ഈ 30% ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാൻ. പക്ഷെ നമുക്ക് പലർക്കും പറ്റുന്നത്, നമ്മൾ പണ്ടോടെ നമുക്കൊരു രീതിയുണ്ട്, നമുക്ക് ഫുൾ ടോപ്പിക്ക് അല്ലെങ്കിൽ മൊത്തം പഠിച്ച് തീർക്കണമെന്ന രീതിയുണ്ട്. അപ്പം നമ്മൾ ഇപ്പൊ എക്സാമ്പിൾ അനാട്ടമി പഠിക്കാൻ ഒരു 10 ദിവസം നമ്മൾ ഇട്ടു. ഈ 10 ദിവസം ഉള്ളതിൽ നമ്മൾ ആദ്യത്തെ 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം 5 ദിവസം 6 ദിവസം വരെ നമ്മൾ എന്ത് ചെയ്യും, ഒരു മൊത്തം 30 ചാപ്റ്റർ ഉണ്ടാകുന്നിരിക്കട്ടെ, ആ 30 ചാപ്റ്ററിൽ നമ്മളൊരു 5 അല്ലെങ്കിൽ 6 7 മാക്സിമം 10 പാഠം വരെ നമ്മുടെ അനാട്ടമിക്ക് വെച്ചിട്ടുള്ള 10 ദിവസത്തിൽ ഒരു 7 ദിവസം കൊണ്ട് 8 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുള്ളൂ, കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇനി 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടെ എന്തുള്ളൂ, ഇനി പഠിക്കാൻ ടൈം ഉള്ളൂ. കാരണം ഫിസിയോളജി ബയോകെമിസ്ട്രിയും അനാട്ടമിക്കും പഠിക്കാൻ ടൈം ഇനി ഉള്ളൂ. അപ്പം ഈ 2 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ ഈ ആദ്യത്തെ 10 ചാപ്റ്റർ നിങ്ങൾ 8 ദിവസം കൊണ്ട് കട്ടയ്ക്ക് പഠിച്ചിട്ട് പിന്നെയുള്ള 20 ചാപ്റ്റർ നിങ്ങൾ ഈ 2 ദിവസം കൊണ്ട് ഓടിച്ചങ്ങ് വിടും. പക്ഷെ നിങ്ങളുടെ കഷ്ടകാലത്തിന് വരുന്ന മെയിൻ 2 എസ് അല്ലെങ്കിൽ ഷോർട്ട് എസ് 2 മെയിൻ എസ് 2 അങ്ങനെ ഒരു 10 30 അല്ലെങ്കിൽ 40 മാർക്കിനുള്ള സാധനം എവിടെ നിന്ന് വരും? ഈ പർട്ടിക്കുലർ നിങ്ങൾ ഓടിച്ചു വിട്ട ആ 20 ചാപ്റ്ററിൽ നിന്നായിരിക്കും വരിക. അപ്പൊ ആദ്യം നിങ്ങൾ നല്ല രീതിക്ക് പഠിച്ച 10 ചാപ്റ്റർ നോ യൂസ് ആയി മാറി. അപ്പൊ അങ്ങനത്തെ ടൈം മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രശ്നം വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഈ പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ഈ ഏത് ടോപ്പിക്കിൽ നിന്നാണോ അത്രയും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതെന്നുള്ള ഐഡന്റിഫൈ ചെയ്യണം. ആ ടോപ്പിക്ക് നിങ്ങൾ ആ 30% ടോപ്പിക് സിലബസിന്റെ 30% ആ പാർട്ട് നിങ്ങൾ ഏറ്റവും ടൈം എടുത്ത് ഏറ്റവും സീരിയസ് ആയിട്ടും ഏറ്റവും നല്ല രീതിക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നല്ല സ്ട്രക്ചർഡ് ആയിട്ട് എഴുതാൻ പാകത്തിന് നിങ്ങൾ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. ബാക്കി 7% ചാപ്റ്റർ അത്ര ഒരു കുറച്ചും കൂടെ അത്ര സീരിയസ് കൊടുക്കാതെ പെട്ടെന്ന് ഓടിച്ചു വിട്ടാൽ മതി. പക്ഷെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഇനി ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഇപ്പൊ ഒരു സബ്ജക്ട് ഇപ്പൊ എന്താണെങ്കിലും കുറെയൊക്കെ ഫസ്റ്റ് ഇയർ ആയി വരുമ്പോൾ നമ്മൾ ബ്രില്യന്റിൽ അത്രയും അല്ലെങ്കിൽ ഏതെങ്കിലും എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ 1 ഇയർ അത്രയും എഫർട്ട് എടുത്തിട്ടാണ് ഒരു കോളേജ് അഡ്മിഷൻ കിട്ടുന്നത്. കോളേജ് അഡ്മിഷൻ കിട്ടുമ്പോൾ നമ്മളെല്ലാവരും ഫസ്റ്റ് ഇയറിൽ കുറച്ച് അടിച്ചു പൊളിച്ചും കുറച്ച് എൻജോയ് ഒക്കെ ചെയ്തായിരിക്കും നിൽക്കുക. അത് നിങ്ങൾ പഠനത്തിലോട്ട് സീരിയസ് അപ്രോച്ചിലോട്ട് വരുമ്പോൾ കുറച്ച് സമയം പിടിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്തവണ ലോക്ക്ഡൌണും കൂടെ ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചത്, ഞാൻ തീരെ പഠിക്കാതെ ഉദ്ദേശിച്ചാണ് കേട്ടോ പറയുന്നത്. ഞങ്ങളൊക്കെ അങ്ങനെയാണ് അവസാന സമയത്താണ് പഠിച്ച് സെറ്റാക്കി എടുത്തത്. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഇനി പഠിക്കാൻ തുടങ്ങുന്നവർക്ക് ആദ്യം നിങ്ങൾ ആ സിലബസ് ഒന്ന് എടുത്ത് വെറുതെ ഒന്ന് വായിക്കാം. ഏതൊക്കെ ടോപ്പിക്സ് എന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് പതിയുക. അതിനുശേഷം ആ സിലബസ് സൈഡിൽ വെച്ചിട്ട് വേറെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഫോണിലാണ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണിൽ നോക്കിയിട്ട് സൈഡിൽ വെച്ചിട്ട് നിങ്ങൾ പഠിക്കും, നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ഏതാണോ അതെടുത്ത് വെക്കുക. അതെടുത്തിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് ഓരോ ചാപ്റ്റർ ഇങ്ങനെ സിലബസിലുള്ള പേരും അല്ലെങ്കിൽ ടോപ്പിക്കിന്റെ പേര്, അത് ഈ ചാപ്റ്ററിൽ വന്നിട്ടുള്ള എന്താണ് എന്നുള്ള ഫിഗർ ചുമ്മാ ഒന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി ഓരോ ചാപ്റ്ററിൽ എന്തൊക്കെയുണ്ട്, എന്റെ കണ്ടന്റ്സ് എന്താണെന്നൊക്കെ നോക്കി പോവാം. ഇത്ര നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഒരു സ്റ്റാപ്പിൾ ചെയ്തെടുക്കുക. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ നെറ്റ്ഷെല്ലിൽ വന്നതുകൊണ്ട് അതായിരിക്കും കുറച്ചും കൂടെ യൂസ്ഫുൾ. നെറ്റ്ഷെല്ലിന്റെ കാര്യം പിന്നെ പറയാം. അപ്പം ഇത് നെറ്റ്ഷെല്ലിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റർ, സിലബസിലുള്ള ടോപ്പിക്ക്, അത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചാപ്റ്റർ, അത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ എത്ര ചോദ്യങ്ങൾ പ്രീവിയസ് ഇയറിൽ വന്നെന്ന് നമുക്ക് മനസ്സിലാവും, ഏതൊക്കെ സാധനമാണോ ഉണ്ടല്ലോ എന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇത് മൊത്തം ഈ ഒരു പ്രക്രിയ ഫുൾ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കുക. സിലബസിൽ ആ ടോപ്പിക്ക്, ടെക്സ്റ്റ് ബുക്കിലെ ആ ടോപ്പിക്ക്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനകത്ത് ആ ടോപ്പിക്ക് എത്രണ്ണം വന്നിട്ടുണ്ടെന്ന് അത് നന്നായിട്ട് 2-3 മണിക്കൂർ എടുത്തൊന്ന് നോക്കി വിടുക. അപ്പൊ നോക്കിവിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, ഒന്നിലധികം അല്ലെ 2-ലധികം തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഏതിലാണെന്നൊക്കെ നോക്കാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ അനാട്ടമിയിലെ ടങ്, അതുപോലെ തന്നെ മിഡിൽ ഇയർ, മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ തവണ വരുന്നതാണ്, റിപ്പീറ്റ്. അപ്പൊ ആ സംഭവങ്ങളൊക്കെ ഏതൊക്കെ മീൻസ് നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് എങ്ങനെയൊക്കെ ഉണ്ട്, അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത്, ഏതാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു 3 മണിക്കൂർ എടുക്കും. അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുള്ളൂ. ഈ 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾ സിലബസും ടോപ്പിക്സും ടെക്സ്റ്റ് ബുക്കും ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒരു പരിചയം ഉണ്ടാക്കാം. എന്നിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ അനാട്ടമീനെ ഇത് ചെയ്തിട്ടാണ് പറയുന്നത്. എല്ലാ സബ്ജക്റ്റും ഇങ്ങനെ തന്നെ പഠിക്കാം. അനാട്ടമി ആണല്ലോ കുറച്ചും കൂടെ ടഫായിട്ട് എല്ലാവരും പറയുന്നത്, അതുപോലെ തന്നെ ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള. അപ്പൊ അനാട്ടമി നിങ്ങൾ ചാപ്റ്റർ എടുത്തു, ആ ചാപ്റ്റർ പർട്ടിക്കുലർലി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു എന്താ പറയാ, ഞാനിപ്പം ജസ്റ്റ് ഒരു ഓറിയന്റേഷൻ പോലെ കാണിച്ചു തരാം. സ്കാൽപ്പ് എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ഒരു ചാപ്റ്റർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു സ്കാൽപ്പിന്റെ ഹെഡിങ് നിങ്ങൾ ആദ്യം തന്നെ ഒരു വലിയ ബുക്ക്, അതായത്
ഈ ബുക്കിനെക്കാളും വലിയ ഇങ്ങനെ നീളത്തിലുള്ള നോട്ട്ബുക്ക് കിട്ടും വരയിടാതെ. ആ നോട്ട്ബുക്ക് എടുത്ത് നമ്മുടെ കൂടെ വെക്കുക. അനാട്ടമി പഠിക്കുമ്പോൾ, അനാട്ടമി എക്സാം ബേസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ അത് എടുത്ത് വെച്ചിട്ട് എഴുതി പഠിക്കാനല്ല ഞാൻ പറയും. എഴുതി പഠിക്കുന്നവർക്ക് അങ്ങനെയും പഠിക്കാൻ ടൈം ഉള്ളതനുസരിച്ച് നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. ബട്ട് അതിലുപരി ഞാൻ പറയുന്നത് നിങ്ങൾ ഈ എന്താ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പോർഷൻ എടുത്തു. ആ പോർഷനിലെ എസ്സെ ടോപ്പിക് എടുത്തു. ആ സബ്ജക്ട് ഈ ചാപ്റ്ററിനകത്തുള്ള എസ്സെ. ഇപ്പം ഈ ചാപ്റ്ററിലാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിലാണെങ്കിൽ സ്കാൽപ്പ് എന്ന് പറഞ്ഞ എസ്സെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയും ഇൻഫ്രാ ടെമ്പോറൽ ടെമ്പോറൽ ആൻഡ് ഇൻഫ്രാ ടെമ്പോറൽ. ഇത് എന്ന് പറയുന്നത് അനാട്ടമിയുടെ തന്നെ ഏറ്റവും ഹൃദയമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് റിപ്പീറ്റഡ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു 3 ചോദ്യങ്ങളുണ്ട് മിനിമം. ഒന്ന് മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷൻ, ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ. കാരണം നമ്മുടെ മാസ്റ്റിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള മെയിൻ സാധനമാണ്. അതുകൊണ്ട് അത് നമ്മുടെ അപ്ലൈഡ് അനാട്ടമിയാണ്, ലൈക്ക് ഡെന്റിസ്റ്റുമാരുടെ. അപ്പൊ അത് അത്ര ഇമ്പോർട്ടന്റ്. അതുപോലെ അതിനകത്ത് മാക്സിലറി ആർട്ടറി പലതവണ 5 മാർക്ക്, അതായത് ഷോർട്ടസ്റ്റ് ആയിട്ടും ഷോർട്ട് നോട്ട് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ അതിനകത്തുള്ള ഇമ്പോർട്ടന്റ് സംഭവമാണ് TMJ. TMJയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ജോയിന്റ് ആണ്, വാ തുറക്കാൻ ഉപയോഗിക്കുന്ന ജോയിന്റ് ആണ്. അപ്പൊ ഈ 3 സാധനം. പിന്നെ അതുപോലെ മാൻഡിബുലാർ നെർവ് ഇഷ്ടം പോലെ തവണ ചോദിച്ചിട്ടുള്ള. അപ്പൊ ഈ ചാപ്റ്റർ തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ടെമ്പോറൽ ആൻഡ് ഇൻഫ്രാ ടെമ്പോറൽ റീജിയൻസ്, അതാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പൊ അതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളിപ്പോ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഇതിനകത്ത് എന്താണ് TMJ പഠിക്കുമ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു വിടുക. വായിച്ച് ഇത് എന്താണ് സംഭവം എന്താണ് എന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. വായിച്ചു വിടുമ്പോൾ കുറെ ന്യൂ ടേംസ് കാണും, പല കാര്യങ്ങളാണ്. നമുക്ക് എന്താണ് ആദ്യത്തെ ഒരു തവണ വായനയും കൊണ്ട് നമുക്ക് ഒന്നും കിട്ടില്ല. നമുക്കൊരു എന്താ പറയണേ ഒരു തരത്തിലുള്ള ഐഡിയയും കിട്ടില്ല. നമ്മളിങ്ങനെ വണ്ടർ അടിച്ചിരിക്കും എന്താണെന്നുള്ളത്. എനിക്കും ഇതേ അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇത് വായിച്ചു വിട്ടതിന് ശേഷം ഇതിനകത്തെ ഫിഗേഴ്സ് കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. നോക്കി കഴിയുമ്പം ഈ റൈറ്റിങ്ങിലുള്ള സംഭവങ്ങൾ ഫിഗർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഫിഗർ എന്നിട്ട് നിങ്ങൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഫിഗർ എടുത്തിട്ട് വരയ്ക്കുക. വരച്ചതിന് ശേഷം ഇത് ഫോർ എക്സാമ്പിൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ സബ്മാൻഡിബുലർ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ആ ടോപ്പിക്കിന്റെ ഫിഗർ ആണ് ഇത് ഞങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണിക്കാം. ആ ഫിഗർ നിങ്ങളൊന്ന് വരയ്ക്കുക. ആ ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അത് നന്നായിട്ട് നോക്കി തന്നെ വരച്ചാൽ മതി. വേറെ കാണാതെ വരയ്ക്കാൻ ഒന്നും നോക്കണ്ട. നോക്കി തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ തന്നെ നല്ല സ്ട്രക്ചർഡ് ആയിട്ട് ഞാൻ പറഞ്ഞ വരയിടാത്ത വലിയ ബുക്കിനകത്ത് ഫുൾ ആയിട്ട് വരയ്ക്കുക. വരച്ചിട്ട് നല്ല രീതിക്ക് ഒരു സിംഗിൾ സൈഡിലോട്ട്, ടെക്സ്റ്റ് ബുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും മാർക്ക് ചെയ്യുന്നത്. എന്നൊക്കെ പകരം ഒരേ സൈഡിലോട്ട് നല്ല രീതിക്ക് ഹാൻഡ് റൈറ്റിംഗിൽ അത് നല്ല ഹാൻഡ് റൈറ്റിംഗ് നോക്കണം. കാരണം നിങ്ങൾ ഇത് എടുത്തെഴുതണം. ഫിഗർ ഒരു വലിയ നിങ്ങൾ ചിത്രകാരൊന്നും ആവണ്ട. ബേസിക് സാധനം ഫിഗർ കളർ കോഡ് വെച്ചിട്ട് കൃത്യമായ കളർ കോഡ് വെച്ചിട്ട് വരയ്ക്കുക. എന്നിട്ട് സൈഡിൽ നന്നായിട്ട് മാർക്ക് ചെയ്യുക. ഈ മാർക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾ ഓരോ സാധനം, എക്സാമ്പിൾ ആണെങ്കിൽ ഈ സബ്മാൻഡിബുലർ ഗ്ലാൻഡിനകത്ത് അല്ലെങ്കിൽ സബ്മാൻഡിബുലർ റീജിയന്റ് സ്റ്റൈലോഗ്ലോസ്, ലിംഗ്വൽ നെർവ്, സ്റ്റൈലോയിഡ് ലിഗമെന്റ്, ഗ്ലോസോഫറേഞ്ചൽ നെർവ്, ലിംഗ്വൽ ആർട്ടറി, ഹൈപ്പോഗ്ലോസൽ നെർവ്, ഹൈവേർഡ് ബോൺ, അങ്ങനെ പല ബോണുകളും പല നെർവുകളും ആർട്ടറി, അങ്ങനെ എല്ലാത്തിനെ കുറിച്ച് നമ്മളിങ്ങനെ കണ്ട് നമ്മൾ വരച്ചിട്ട് അത് കണ്ട് മാർക്ക് ചെയ്യും. സബ്മാൻഡിബുലർ ഗ്ലാൻഡ് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ആദ്യം പാടി സബ്മാൻഡിബുലർ ഗ്ലാൻഡ് അതിന്റെ ഇതെന്താണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതൊരു ഗ്ലാൻഡ് ആണ്, അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം 3-4 സെന്റൻസിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുക. അതിനുശേഷം അതിന്റെ സബ് ഹെഡിങ്സ് ഉണ്ടാവും. ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും അതിന്റെ സാധാരണ അനാട്ടമിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് എഴുതണം. അതിനുശേഷം അതിന്റെ റിലേഷൻസ് എഴുതണം. റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ബൗണ്ടറീസ്, അതിന്റെ ചുറ്റും എന്തൊക്കെയുണ്ട്, അത് ഏതൊക്കെയാണ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു, ആന്റീരിയർലി, പോസ്റ്റീരിയർലി, മീഡിയലി, ലാറ്ററലി, അതുപോലെ തന്നെ ആൻഡ്രോപോസിറ്റ്, അങ്ങനെ പല ഓരോ സ്ട്രക്ചർ അനുസരിച്ചിരിക്കും, ഷേപ്പ് അനുസരിച്ചിരിക്കും. അത് എങ്ങനെ റിലേറ്റഡ് ആവുന്നു എന്നുള്ളത് എഴുതണം. അതിനുശേഷം മിക്കവാറും റിലേഷൻസ് ചോദിച്ചിട്ടുണ്ടായ ക്വസ്റ്റ്യൻ തന്നെ സബ് ക്വസ്റ്റ്യൻസ് കാണും. റിലേഷൻസ് ബ്ലഡ് സപ്ലൈ, നെർവ് സപ്ലൈ, അതുപോലെ തന്നെ ലിംഫാറ്റിക് സപ്ലൈ ഉണ്ടാവും, അപ്ലൈഡ് അനാറ്റമി ഉണ്ടാവും. ഇത്രയും സംഭവങ്ങളായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിനകത്ത് ഈ സബ് ഹെഡിങ്സ് ചോദിക്കാത്ത സംഭവങ്ങൾ എന്തെങ്കിലും നമുക്കറിയാം. ഇപ്പൊ എക്സാമ്പിൾ ആണെങ്കിൽ സബ്മാനുലർ ഗ്ലാൻഡിലെ സബ്മാനുലർ ഡക്ട് നമുക്കറിയാം. സബ്മാനുലർ ഡക്ട് ഒരു പർട്ടിക്കുലർ ഹെഡിങ്ങിന്റെ ഇടയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ആ ഹെഡിങ്ങിന്റെ കീഴെ സബ്മാനുലർ ഡക്റ്റിന്റെ പടവും വരച്ച് അതും കൂടെ ഒരു 3-4 സെന്റൻസിൽ എഴുതി വെക്കുക. അത് നമുക്ക് ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ 10 മാർക്കിന്റെ എസ്സേക്ക് നിങ്ങൾക്ക് 7 മാർക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഡക്ട് കൂടെ ചിലപ്പോൾ 8 8.5 വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് മാർക്ക് കൂടുതൽ വാങ്ങേണ്ടത്.
ഇനി ഈ സബ്മാൻഡിബുലർ ഗ്ലാൻഡ് എഴുതുമ്പോൾ ആദ്യം ഇത് എന്താണെന്ന് എഴുതുക, അതിനുശേഷം അതിന്റെ റിലേഷൻസ് എഴുതുക. ആ റിലേഷൻസ് എഴുതിയിട്ട് ഓരോ റിലേഷന്റെ ജസ്റ്റ് ഇങ്ങനെ അല്ലെങ്കിൽ ആ ഹെഡിങ് എഴുതിയിട്ട് തന്നെ നമ്മൾ അതിന്റെ ഫിഗർ വരയ്ക്കാം. ആ ഫിഗർ വരയ്ക്കുമ്പോൾ അതിനകത്തുള്ള സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്, സ്റ്റൈലോയിഡ്, അയോളോസ്, ഗ്ലോസ് ഓഫ് അറേഞ്ച് നെർവ്, അങ്ങനെ ഓരോരോ സ്ട്രക്ചേഴ്സ് അതിനകത്ത് ഉണ്ടാവും. ലിംഗ്വൽ നെർവ്, അങ്ങനെ നെർവും മസിൽസും, അങ്ങനെ പല സാധനങ്ങളും അതിനകത്ത് ഉണ്ടാവും. അപ്പൊ ഈ ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ആ ഫിഗർ നന്നായിട്ട് വരയ്ക്കും. വരച്ചിട്ട് സ്ട്രക്ചർഡ് ആയിട്ട് ഒരേ സൈഡിലോട്ട് അങ്ങോട്ട് ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ആയിരിക്കും മാർക്ക് ചെയ്യുന്നത്. അതൊന്നും ചെയ്യാൻ പാടില്ല. ഫിഗർ നന്നായിട്ട് വരയ്ക്കാം. കൃത്യമായിട്ടുള്ള കളർ കോഡിൽ ഫിഗർ വ്യക്തമായിട്ട് വരയ്ക്കാം. വരച്ചിട്ട് ഒരേ സൈഡിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് നല്ല രീതിക്ക്, അത് നല്ല ആണ്ടന്റ്, കാരണം വായിക്കുന്ന ആൾക്ക് നിനക്ക് ഈ ഫിഗറിനകത്തുള്ള സാധനങ്ങൾ എടുത്ത് എഴുതാൻ അറിയാം എന്ന് മനസ്സിലാക്കിപ്പിക്കണം. അതുപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ഈ ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്ക് സബ്മാൻഡിബുലർ ഗ്ലാൻഡ് നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ലൈക്ക് ഈ ഫിഗറിൽ നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ റിലേഷൻസിന്റെ ഹെഡിങ് എഴുതിയതിനു ശേഷം ഫിഗറും വരച്ചിട്ട് വേണം ആന്റീരിയർ എന്ന് എഴുതിയിട്ട് ഇന്ന സാധനം അല്ലെ പോസ്റ്റീരിയർ, പർട്ടിക്കുലർ ആയിട്ട് ഓരോ കാര്യങ്ങൾ ഓരോ ഏരിയയിലുള്ള റിലേഷൻസ് ഇങ്ങനെ എഴുതണം. അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ എടുത്ത് എഴുതാൻ പറ്റും. അത് നമ്മൾ എഴുതിയിട്ട് ഫിഗർ വരയ്ക്കാൻ പോകുമ്പോൾ നമുക്ക് എഴുതുന്നത് അത്ര എന്താ പെർഫെക്റ്റ് ആവില്ല. പക്ഷെ ഫിഗറിൽ നിന്ന് നോക്കിയപ്പോൾ എഴുതുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് എഴുതാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പർട്ടിക്കുലർലി ഇപ്പൊ മിഡിൽ ഇയർ ചോദ്യം എക്സാമ്പിൾ പറയാം. മിഡിൽ ഇയർ ചോദ്യം പോലത്തെ ഒരു ചോദ്യം വരുമ്പോൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. എന്റെ എസ് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ എസ് ഐക്ക് വരെ മിഡിൽ ഇയർ ചോദിച്ചാണ്. അത് ഞങ്ങൾ വിശ്രാം സിംഗിനെ ഫോളോ ചെയ്ത് അതിനകത്ത് വിശ്രാം സിംഗിനകത്ത് TV തുറന്നു വയ്ക്കുന്ന ഒരു ഫിഗർ ഉണ്ട്. ആ ഫിഗറാണ് അതിന്റെ റിലേഷൻ. അതിനകത്ത് 4 വോളുണ്ട് മിഡിൽ ഇയർ. അതിന്റെ 4 വോളും ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള നല്ല ഫിഗറാണ്. ആ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ, അതായത് മിഡിൽ ഇയർ എന്താണെന്ന് എഴുതിയിട്ട് മിഡിൽ ഇയർ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്ന് എഴുതിയതിനു ശേഷം നമ്മൾ വ്യക്തമായിട്ട് ആ സബ് ഹെഡിങ്ങിലോട്ട് പോകണം. ഈ സബ് ഹെഡിങ്ങിലോട്ട് പോകുമ്പോൾ എക്സാമ്പിൾ ഓരോ ഇതിനും ഓരോ സ്ട്രക്ചർ ഉണ്ട്. ഒരു ക്വസ്റ്റിന് സ്ട്രക്ചർ ഉണ്ട്, സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഡിസ്ക്രൈബ് ദ മിഡിൽ ഇയർ ഇൻ ഡീറ്റെയിൽ അണ്ടർ ദ ഫോളോയിങ് ഹെഡിങ്സ്. എന്നിട്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ചോദ്യം വരുമ്പോൾ എന്താണ് മിഡിൽ ഇയർ എന്ന് ഒരു 1-2 സെന്റൻസ് ചെയ്ത്, എന്നിട്ട് പിന്നെ ചോദിച്ചിരിക്കുകയാണ് ഷേപ്പ് ആൻഡ് സൈസ് 2 മാർക്ക്, പാർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് 2 മാർക്ക്, കണ്ടന്റ്സ് 2 മാർക്ക്, ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് വേർഡ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് 5 മാർക്ക്, ബ്ലഡ് സപ്ലൈ ആൻഡ് നെർവ് സപ്ലൈ 2 മാർക്ക്, അപ്ലൈഡ് അനാട്ടമി 1 മാർക്ക്. അപ്പം ഈ ഇത്രയും ചോദിച്ചിരിക്കുന്നതിനകത്ത് 5 മാർക്ക് വോളിന്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയേ കൂടുതൽ സമയം കളയാവുള്ളൂ. അതാണ് ഏറ്റവും നല്ല രീതിയിൽ എഴുതേണ്ടത്. അല്ലാതെ ഷേപ്പ് ആൻഡ് സൈസ് നിങ്ങൾക്ക് അറിയാം എന്ന് കരുതി 2 പേജ് എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാക്സിമം കിട്ടാനുള്ള മാർക്ക് വെറും 2 മാർക്കുള്ളൂ. നമ്മുടെ കുട്ടികൾ പലരും ചെയ്യുന്നതാണ്. ഇപ്പൊ മെയിൻ എസ് 10 മാർക്കിന്റെ എസ് വന്നിരിക്കട്ടെ. ഈ മെയിൻ എസ്സേയിൽ നിങ്ങൾക്ക് എസ് എഴുതാനുള്ള ടൈം 20 മിനിറ്റ് 25 മിനിറ്റ് ആണ് മാക്സിമം. ആ എസ് എഴുതുമ്പോൾ നിങ്ങൾ ഷേപ്പ് ആൻഡ് സൈസ് അറിയാമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 10 മിനിറ്റോ അല്ലെങ്കിൽ 8 മിനിറ്റോ ഒക്കെ എടുത്ത് ഇത് മാത്രം എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഓക്കെ, ബട്ട് ബാക്കി നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടണമെങ്കിൽ ബാക്കി മുഴുവൻ എഴുതണം. ബാക്കി ഈ ഈച്ച് വേർഡിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്, അതിന് നിങ്ങൾ ചിലപ്പോൾ 5 മിനിറ്റോ 4 മിനിറ്റോ എടുത്തായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് 5 മാർക്കിന്റെ സാധനം. അപ്പോഴും നിങ്ങൾക്ക് അത് എഴുതിയാലും 1-2 മാർക്കുള്ള നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഏത് സബ് ക്വസ്റ്റ്യൻ ആണോ ഏറ്റവും കൂടുതൽ ഡിവിഷൻ ഓഫ് മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് ഉള്ളത് അത് കൂടുതൽ സമയം എടുത്ത് കൂടുതൽ നല്ല രീതിക്ക് എഴുതുക. പിന്നെ ഈ സംഭവം ഇങ്ങനെ വരുമ്പോൾ ഷേപ്പ് ആൻഡ് സൈസ് ഒരു 4 സെന്റൻസ് മാക്സിമം അത് മതി. 4 സെന്റൻസ് ചെയ്താൽ 2 മിനിറ്റ് മതി, 2 മാർക്ക് അതിന്. പാർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് 2 മാർക്ക്. അതിന്റെ പാർട്സ് എന്തൊക്കെയാണ് എന്നുള്ളത്, അതിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഏതൊക്കെ അപ്പറേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഇന്റേണൽ ഇയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എഴുതുക. പിന്നെ കണ്ടൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള എന്തൊക്കെയാണെന്നുള്ള വ്യക്തമായിട്ട് ചൂടുള്ള സാധനങ്ങൾ പോയിന്റ് വൈസ് എഴുതുക. എന്നിട്ട് ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് വോൾ, അതിന് കുറച്ച് വോളുണ്ട്. അത് മിഡിൽ ഇയർ ഒരു റൂം പോലെയാണ് നിൽക്കുന്നത്. അതിന് ഫ്ലോർ, റൂഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പല വോൾസ് ഉണ്ട്. ആ വോൾസിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് എഴുതണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിന്റെ ഫിഗർ, ഞാൻ പറഞ്ഞ TV തുറന്നു വയ്ക്കുന്ന മിഡിൽ ഇയറിന്റെ ഫിഗർ വ്യക്തമായിട്ട് അങ്ങ് വരച്ചു വയ്ക്കാം. വരച്ചൊരു സൈഡിലോട്ട് നന്നായിട്ട് മാർക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കി നിങ്ങൾക്ക് ഓരോ വോളും ഇങ്ങനെ എടുത്ത് പേരെടുത്ത് എഴുതി നിങ്ങൾക്ക് വ്യക്തമായിട്ട് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ബ്ലഡ് സപ്ലൈയും നെർവ് സപ്ലൈ ഒക്കെ ഇതിനകത്തൊക്കെ ഒരുപാട് നെർവും ഈ പറഞ്ഞ പോലെ തന്നെ ആർട്ടറിയും കാര്യങ്ങളൊക്കെ വരും ഈ ഫിഗറിനകത്ത് തന്നെ. അപ്പൊ ബ്ലഡ് സപ്ലൈ നെർവ് സപ്ലൈ ഒക്കെ എഴുതുമ്പോൾ എളുപ്പമായിരിക്കും. ബ്ലഡ് സപ്ലൈ നെർവ് സപ്ലൈ കൂടി 2 മാർക്കുള്ള. അപ്പം അതൊന്നും ഒരുപാട് കഥ എഴുതാൻ പോകുന്നത്. ബ്ലഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആർട്ടറി ആണ്, ഏതൊക്കെ വീനസ് ഡ്രെയിനേജ് ആണ്, ഏതൊക്കെ വെയിൻ ആണ് എന്ന് മാത്രം എഴുതുക. അതുപോലെ തന്നെ നെർവ് ഏതൊക്കെ നെർവ് ആണ് അവിടെ സപ്ലൈ ചെയ്യുന്നത് അത് മാത്രം, അതിന്റെ പേര് അല്ലെങ്കിൽ അത് ഏത് ബ്രാഞ്ചാണ് അത് മാത്രം എഴുതാൻ. വെറും 1 മാർക്കിന് നെർവ് സപ്ലൈ, 1 മാർക്ക് ബ്ലഡ് സപ്ലൈ, അത് മതി. അത് എഴുതുമ്പോൾ അതിന് കിട്ടും. പിന്നെ അപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഓരോ സംഭവങ്ങൾക്ക് പർട്ടിക്കുലർലി ആയിട്ടുള്ള അപ്ലൈഡ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ, ബ്ലാക്ക് സൈ കണക്കുള്ള കണ്ടീഷൻസ് പല കാര്യങ്ങൾക്ക് ഉണ്ടാവും. അപ്പം അതിപ്പം ഇയർ സംബന്ധിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു അപ്ലൈഡ് അനാട്ടമി. ഈ അനാട്ടമിക്ക് ഫീച്ചേഴ്സിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്ന പർട്ടിക്കുലർ കാര്യങ്ങളാണ്. അപ്പൊ അത്
അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതുക. അത് 1 മാർക്ക് വെച്ചാൽ അപ്പൊ അതിന് 2 സെന്റൻസ് വേറും 2 സെന്റൻസ് മാത്രം എഴുതിയാൽ മതി. ഇനി ഇത് നോക്കുന്ന ആൾക്ക് അവര് മാറി. പിന്നെ ഇതിനകത്ത് കൊടുക്കേണ്ട ഫിഗേഴ്സ്, ഒരു മെയിൻ എസ്സേ ലോങ് എസ്സേക്ക് നിങ്ങൾ മിനിമം 3 ഫിഗർ വരയ്ക്കണം. 3 ഫിഗർ ഇല്ലാന്നുണ്ടെങ്കിൽ 2 ഫിഗർ ഉറപ്പായിട്ടും വരച്ചിരിക്കണം. അപ്പം ഈ മിഡിൽ ഇയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇയർ ഓബ്സ്റ്റിക്കിൾസിന്റെ പടം വരയ്ക്കാം. മിഡിൽ ഇയറിന്റെ കണ്ടന്റ് ആണ് 4 സിംഗിൾ സ്റ്റെപ്സ് നല്ല രീതിക്ക് ഒരു ഹാഫ് പേജ് എടുത്ത് വരയ്ക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഫിഗർ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കും. ഈ 2 എണ്ണം ഇതിന് മതി. അതുപോലെ തന്നെ എല്ലാ മെയിൻ എസ്സേകൾക്കും മിനിമം 2 ഫിഗർ മസ്റ്റ് ആണ്. പിന്നെ ഇനി ഒരു കാര്യം, ഇത് വാല്യൂ ചെയ്യുന്ന ആൾക്ക് യൂണിവേഴ്സിറ്റി ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു ആൻസർ കീ കൊടുക്കും. ഈ ആൻസർ കീ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ സെന്റൻസോ വലിയ ആൻസർ മൊത്തം തതിയൊന്നും അല്ല. ഇപ്പൊ 10 മാർക്കിന് ഒരു എസ്സേ ആണ് എന്നുണ്ടെങ്കിൽ ആ എസ്സേക്ക് കീഴെ എന്താണ്, ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള എസ്സേക്ക് കീഴെ അവർക്ക് ഒരു 10 അല്ലെങ്കിൽ ഒരു 15 പോയിന്റ് എന്ന് പറഞ്ഞാൽ വെറും വേർഡ് മാത്രം ഉണ്ടാവും. അപ്പൊ ഈ വേർഡൊക്കെ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള കുട്ടിയുടെ ആൻസർ ഷീറ്റിനകത്ത് ഉണ്ടെങ്കിൽ ഫുൾ മാർക്സും കൊടുത്തേക്കാനാണ് നിർദ്ദേശം. അപ്പൊ സ്റ്റാഫ് ഒന്ന് നോക്കുക, ആ വേർഡിനാണ്. ആർക്കും ആയിരക്കണക്കിന് പേപ്പർ ഉണ്ട്. അപ്പൊ ഇതെല്ലാം എല്ലാവരും നോക്കി ഒരു ദിവസം കൊണ്ട് ഫുള്ള് 1-2 ദിവസത്തെ ഡ്യൂട്ടിക്കായിരിക്കും വരുന്നത് എക്സാം വാല്യൂ ചെയ്യാം. അപ്പൊ ഫുൾ ടൈമിലിരുന്നവർക്ക് നോക്കാൻ പറ്റില്ല. അപ്പൊ അവര് നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസർ കീ ഉള്ള വേർഡ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ എക്സാമ്പിൾ കരോട്ടി ഷീറ്റ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് ഷോർട്ട് നോട്ടാണ്. അതിനകത്ത് കരോട്ടി ഷീറ്റിനകത്ത് കോമൺ കരോട്ടിഡ്, അതുപോലെ തന്നെ ഇന്റേണൽ ജുഗുലാർ, വെലാഗസ് ഈ 3 സ്ട്രക്ചറും കൂടെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ഷീറ്റാണ് കരോട്ടി ഷീറ്റ്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ കരോട്ടി ഷീറ്റ് കൺസിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞ് ഈ 3 സാധനം എഴുതണം. ആ സാധനം നിങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ആയിട്ട് എഴുതി നിങ്ങൾ ഡബിൾ അണ്ടർലൈൻ ചെയ്യണം എഴുതി പോകുമ്പോൾ തന്നെ. ചില കുട്ടികൾ വേറെ ഇപ്പം നിങ്ങൾ ബ്ലൂ പെന്നിലാണ് എഴുതുന്നതെങ്കിൽ ഒരു ബ്ലാക്ക് പെൻ എടുത്തിട്ട് ഡബിൾ അണ്ടർലൈൻ ചെയ്യും. അങ്ങനെ എഴുതും. അപ്പൊ കൂടുതൽ അത് അട്രാക്റ്റീവ് ആവും. ആ കാണുന്ന ആളുടെ കണ്ണ് അതിലോടക്കും. അപ്പൊ അത് ടിക്കറ്റ് പോകും. അതിന് ചിലപ്പോൾ ഈ 3 പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ 3 മാർക്കിലല്ല ഷോർട്ട് നോട്ട്. അപ്പൊ ഈ 3 മാർക്കിൽ ഈ 3 പോയിന്റ് ഉണ്ടെങ്കിൽ 2-2.5 മാർക്ക് ഉറപ്പാണ്. പിന്നെ നിങ്ങൾ കരോട്ടി ഷീറ്റിന്റെ ഫിഗർ കൂടെ വരച്ചു വെച്ചാൽ ചിലപ്പോൾ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഓരോ പട്ടികൾ വലിയ എസ്സേകൾക്കൊക്കെ എല്ലാ പോയിന്റിനകത്ത് ഓരോ പോയിന്റ് നമുക്ക് ഒരിക്കലും ഒരു വേർഡിൽ ഒതുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളൊരു സെന്റൻസ് ആയിരിക്കും എഴുതുന്നത്. ആ സെന്റൻസിനകത്ത് തന്നെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വേർഡ് കാണും. ഇപ്പൊ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് മിഡിൽ ഇയർ ഈസ് ക്യൂബോയിഡ് എന്ന് എഴുതുമ്പോൾ അതിന്റെ അടിയിൽ ഡബിൾ അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ ഓരോ മെയിൻ പോയിന്റ്സും ഡബിൾ അണ്ടർലൈൻ ചെയ്യുക. പോയിന്റ്സിനകത്തുള്ള വേർഡ് അത് ഡബിൾ അണ്ടർലൈൻ ചെയ്യുമ്പോൾ അത് കാണുന്ന ആൾ അത് വാല്യൂ ചെയ്ത് പോകും. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും 70 മാർക്കിനാണ് പേപ്പർ, 35 മാർക്ക് ഷുവറാണ്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും മിനിമം പകുതി മാർക്ക്, 10 മാർക്ക് ക്വസ്റ്റ്യൻ 5ഉം 5 മാർക്കിന്റെ ക്വസ്റ്റ്യന് 2.5യും 3 മാർക്കിന്റെ ക്വസ്റ്റ്യന് 1.5യും മേടിക്കാൻ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട് പഠിക്കണം. പകുതിയിലധികം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് പോയാൽ ടോട്ടൽ കൂട്ടുമ്പോൾ നിങ്ങൾ പാസ്സാവും. അപ്പം നിങ്ങൾക്ക് തീരെ അറിയില്ലാത്തൊരു ആൻസർ ആണെങ്കിൽ പോലും അത് നിങ്ങൾ ആദ്യം ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ച് അതറിയില്ലല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യം കൂടെ ഈ ടെൻഷനിൽ എഴുതുമ്പോഴത്തേക്കും നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നിങ്ങൾക്ക് ഒരു എസ്സേയും ഒരു ഷോർട്ട് നോട്ടും അറിയില്ല, അത് ഉപേക്ഷിച്ചെന്ന് വെച്ചാൽ അതങ്ങ് മാറ്റി നിർത്താം. ബാക്കി നന്നായിട്ട് പഠിച്ച ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നന്നായിട്ട് കൂൾ ഓഫ് ടൈമിൽ നന്നായിട്ട് കളക്ട് ചെയ്ത് എടുത്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മറന്നു പോകുന്ന സാധനം ഉണ്ടെങ്കിൽ നൈസായിട്ട് സ്റ്റാഫ് ഇൻവിജിലേറ്റർ കാണാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എവിടെയെങ്കിലും പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. കാരണം കൂൾ ഓഫ് ടൈം ആകുന്ന സമയങ്ങൾ അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതുമ്പോൾ ഇത് വരും. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് ഈ പറഞ്ഞ പോലെ ദ ഹോൾ ക്വസ്റ്റ്യൻസ് എഴുതുക. എന്നിട്ട് അറിയാൻ പാടാത്ത നമ്മൾ വിട്ടല്ലോ, ആ വിട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹെഡിങ് എഴുതിയിട്ട് അപ്പൊ ഇത്രയും ബാക്കി 14 ക്വസ്റ്റ്യൻസ് 14 ക്വസ്റ്റ്യനാണുള്ള 14 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദ ഹോൾ ടെക്സ്റ്റ് ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഹോൾ സിലബസിനെ കുറിച്ചൊരു ഓവർവ്യൂ നിങ്ങൾ റിക്കളക്ട് ചെയ്ത് നിങ്ങൾ കഴിഞ്ഞ 1-2 മാസമായിട്ട് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്ത ഫുൾ ടോപ്പിക്സും ആ എക്സാമിന് എഴുതി നിങ്ങൾ ടച്ചായി ഒരു റിക്കളക്ഷൻ ആയി. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ 2 ക്വസ്റ്റ്യനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സാധനം ഇതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതിന് മുന്നേ നിങ്ങൾ എഴുതി ആൻസേഴ്സിനകത്ത് എന്തെങ്കിലും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റും, അറിയാവുന്നതിന് മാക്സിമം എഴുതുക. ഇപ്പൊ എക്സാമ്പിള് എന്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ എക്സാം അനാട്ടമി ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ, മീൻസ് കോളേജിലെ എക്സാം. അതിനകത്ത് ഞങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കുലോ മോട്ടോ നെർവ് ആയിരുന്നു. അത് ഞങ്ങൾ അന്നത്തെ കുട്ടികൾ അന്ന് ട്രൈജമിൽ പഠിക്കും, അങ്ങനെ ഇമ്പോർട്ടന്റ് ആണ് മാനുവൽ നെർവ്, അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാവരും പഠിക്കാറുള്ളൂ. ഇത് പഠിച്ചിട്ടില്ലായിരുന്നു. ഇത് പഠിക്കാൻ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും കൂടെ നോക്കുകയാണ്. അങ്ങനെ ഇതായിട്ട് നിൽക്കുമ്പോൾ ഞാൻ അതൊക്കെ വിട്ടു. എന്നിട്ട് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ്. അതായത് ഒരു നെർവ് എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫിഗറിനകത്ത് ഒരു ന്യൂക്ലിയസ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി ഗാംഗ്ലിയൻസും അതിന്റെ ബ്രാഞ്ചസും കാര്യങ്ങളും, അങ്ങനെയാണ് ഒരു നെർവിന്റെ സ്ട്രക്ചർ. അപ്പൊ എന്ത് പറ്റി, ഞാൻ ഇങ്ങനെ ഫുള്ള് ആൻസർ ചെയ്തും ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തത് ഇങ്ങനെ ഇരിക്കുക. ഇതൊന്നും അറിയില്ല. 14 മാർക്ക്, ഞങ്ങൾക്ക് 100 മാർക്കിനായിരുന്നു 14 മാർക്കിന്റെ എസ്സേ ആണ്.
ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴോ പഠിച്ച സീലിയറി ഗാംഗ്ലിയൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് എനിക്ക് ഓർമ്മ പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതങ്ങ് വേറെ ഒന്നുമില്ല. പല കുട്ടികളും ഈ റെക്ടസ് ലാറ്റർ റെക്ടസ് അങ്ങനെ പറഞ്ഞ മസിൽസിന്റെ ഈ ഐയുടെ അങ്ങനെയുള്ള മസിൽസിനെ കുറിച്ചൊക്കെ എഴുതി. ബട്ട് എനിക്ക് ഓർമ്മ വന്ന സീലറി ഗാംഗ്ലിയൻ ആയിരുന്നു. അത് ഞാൻ വരച്ചു, അതിന്റെ ഫിഗറും വരച്ചു. അതിന്റെ ഫിഗറിനകത്ത് ഉള്ള സെയിം സാധനം തന്നെയായിരുന്നു ഈ പറഞ്ഞ ഒക്കുലോമോട്ടർ നെർവിന്റെ ഫിഗർ. അപ്പൊ എനിക്ക് ഓട്ടോമാറ്റിക്കലി ആൻസർ ശരിയായിരുന്നു. ഞാൻ ഈ രീതിക്കല്ല പഠിച്ചത്. എഡിംഗർ വെസ്റ്റ്ഫാൽ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ സീലറി ഗാംഗ്ലിയന്റെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൽ നിന്നാണ് ആ ന്യൂക്ലിയസ് ഇതാണ് ഈ പറയുന്ന ഒക്കുലോമോട്ടർ നെർവ്. അപ്പം ഓട്ടോമാറ്റിക്കലി എനിക്കത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ ഫിഗർ മാത്രം എന്റെ മനസ്സിൽ ഓർമ്മയുള്ളൂ. പിന്നെ സീലറി ഗാംഗ്ലിയനെ കുറിച്ചുള്ള തിയറി ഉള്ളൂ. ബട്ട് ഞാൻ ആ ഫിഗറിൽ നിന്ന് എടുത്ത് ന്യൂക്ലിയസ് ഇതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഒക്കുലോമോട്ടർ നെർവിന്റെ സ്ട്രക്ചർ ആയിട്ട് തള്ളി എന്ന് വെച്ചു. അപ്പൊ ഓട്ടോമാറ്റിക്കലി എനിക്ക് 10-14 മാർക്കിന് ഞങ്ങൾക്ക് എസ് ലോങ് എസ് അതിനൊരു 5-6 മാർക്കിന് കിട്ടിക്കണം. അപ്പൊ എനിക്ക് തോൽവിയിൽ നിന്നുള്ള കരയറലായി അങ്ങനെ കിട്ടി. അപ്പം ആ രീതിക്ക് നിങ്ങൾ എക്സാമിന് അപ്രോച്ച് ചെയ്യണം. എക്സാമിന് പഠിക്കേണ്ട കാര്യം പറഞ്ഞാണ് തുടങ്ങി. അപ്പൊ എക്സാം എഴുതുന്നതിലോട്ട് എത്തി. ഇനി എക്സാം പഠിക്കുന്നതിനകത്ത് വേറൊരു കാര്യം, നിങ്ങൾ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, പ്രീവിയസ് ടോപ്പിക്സ് എടുത്ത് അതിന് മാക്സിമം ടൈം എടുത്ത് പഠിക്കുക. ഇനി പഠിച്ചു പോകുമ്പോൾ ടൈം പഠിച്ചു പോവുകയാണെങ്കിൽ ആദ്യത്തെ ചാപ്റ്റർ എടുക്കുക, അതിനകത്ത് പ്രീവിയസ് വന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുക. സെക്കൻഡ് ചാപ്റ്റർ എടുക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുക. അങ്ങനെ ഫുൾ റൗണ്ട് തീർക്കുക. എന്നിട്ട് വീണ്ടും വന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്ന് നമ്മൾ ആദ്യം പഠിച്ച കാര്യം ഒന്നും കൂടെ റിക്കളക്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ പഠിക്കാത്ത ആ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗം പഠിക്കുക. അങ്ങനെ ഒരു റൗണ്ട് തീർക്കുക. ഈ 2 റൗണ്ട് തീർക്കുമ്പോഴേ നിങ്ങൾ പരീക്ഷ എഴുതാൻ എന്തൊക്കെ പറഞ്ഞാലും പ്രാപ്തരാകുള്ളൂ. അത് എന്തുകൊണ്ടാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആദ്യം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരു 70 മാർക്കിൽ ഒരു 60 മാർക്ക് എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടും. പിന്നെ ഉള്ള 10 മാർക്കിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും ഒരു റൗണ്ട് നമ്മൾ പഠിക്കാത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലാത്ത ഭാഗങ്ങളും കൂടെ പെട്ടെന്നൊന്ന് ഓടിച്ചു വിടുക. അങ്ങനെ 2 റൗണ്ട് ഓഫ് സ്റ്റഡി അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പരീക്ഷയുടെ തലേദിവസം എല്ലാം കൂടെ എടുത്തിട്ട് വീണ്ടും പഠിക്കാത്ത സാധനമൊക്കെ പഠിച്ച് ആകെ ടെൻഷൻ അടിച്ച് ഫുൾ ഭ്രാന്ത് ആവാതെ നല്ല രീതിക്ക് ഉറങ്ങുക. അതുപോലെ ബാക്കി ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അതിനോടൊപ്പം തന്നെ പരീക്ഷയുടെ തലേ ദിവസം പുതിയതായിട്ട് ഒന്നും പഠിക്കരുത്. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഈ ഫിഗർ വരച്ചല്ലോ. ഞാൻ പറഞ്ഞ വെള്ള പേപ്പറിൽ ഒരു വെള്ള വരയിടാത്ത ബുക്ക് മേടിച്ച് വെക്കണമെന്ന്. ആ ബുക്ക് മേടിച്ചിട്ട് ഓരോ ഫിഗറും ഓരോ പെർഫെക്റ്റ് ആയിട്ട് വരച്ച് ഒരു നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ സ്ട്രക്ചറിനകത്ത് പറഞ്ഞു, പഠിക്കുമ്പോൾ ആദ്യം ജസ്റ്റ് റൈറ്റിംഗ് വായിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഫിഗർ നോക്കി വരച്ച് പെർഫെക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത് ഇത് വരുമ്പോൾ നമ്മൾ അതിനകത്തുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് പരിചിതമാവും. അതിനുശേഷം വീണ്ടും റൈറ്റിംഗ്സ് വായിക്കണം, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അത് വായിക്കുമ്പോൾ നമുക്ക് ഈ ഫിഗർ വരച്ചിട്ട് വായിക്കുമ്പോൾ പഠിക്കാൻ പറ്റും. അത് വെച്ചിട്ട് നല്ല രീതിക്ക് മനസ്സിലാവും. അത് ആദ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവും. ഫിഗർ വരച്ചിട്ട് വരുമ്പോൾ നല്ല രീതിക്ക് പഠിക്കാൻ പറ്റും. അത് പഠിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് ഈ ഫിഗർ നന്നായിട്ട് നോക്കിയിട്ട് വീണ്ടും റഫായിട്ട് വേറെ പേപ്പർ എടുത്തിട്ട് ഈ ഫിഗർ തന്നെ കാണാതെ വരച്ചു പോകണം. അപ്പം കാണാതെ വരയ്ക്കുമ്പോൾ കുറെ തെറ്റിപ്പോകും, ജസ്റ്റ് നോക്കുക, പിന്നെ വീണ്ടും വരയ്ക്കുക. അങ്ങനെ അത് പെർഫെക്റ്റ്. അപ്പൊ ഈ വെള്ള പേപ്പർ നമ്മൾ നോക്കി വരച്ചല്ലോ. ഇത് എല്ലാ എസ്സേ അങ്ങനെ തന്നെയാണ്. മെയിൻ ഫിഗർ നമ്മൾ ഒരു ഫുൾ പേപ്പർ എടുത്തിട്ട് ആ ബുക്കിന്റെ പേപ്പർ എടുത്തിട്ട് വരച്ച് നന്നായിട്ട് മാർക്ക് ചെയ്ത് പോകണം. ഈ ബുക്ക് എല്ലാം കഴിഞ്ഞ് പഠിച്ചു കഴിയുമ്പോൾ എക്സാമിന് തലേദിവസമാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫിഗറിന്റെ ഡയഗ്രാം ബുക്കായിട്ട് നിങ്ങളെ കാണും. ഈ ബുക്ക് നിങ്ങൾ നന്നായിട്ട് തലേ ദിവസം നന്നായിട്ട് നോക്കി വിടുക. ഇടയ്ക്ക് രാവിലെ നോക്കുക, ഉച്ചയ്ക്ക് നോക്കുക, വൈകിട്ട് നോക്കുക. അപ്പൊ തന്നെ ഫിഗർ എല്ലാം ഇതാ. ഇനി ഒന്നും എഴുതാൻ പാടില്ലെങ്കിലും ഈ ഫിഗർ വരച്ച് വെക്കാം. ഫിഗറിൽ നിന്ന് എടുത്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുകയും ചെയ്യാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ കേസ്, തലേ ദിവസം പുതിയതായിട്ടൊന്നും പഠിക്കരുത്. നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുന്ന ആ നോട്ട്സ് അല്ല നമ്മൾ തന്ന നോട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം നന്നായിട്ട് വായിക്കാം. അതുപോലെ തന്നെ രാത്രി, നാളെ മോർണിംഗ് എക്സാം ആണെങ്കിൽ ഇന്ന് രാത്രി ഒരു 2 hours മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഷോർട്ട് നോട്ട്, ഇപ്പൊ നട്സെല്ലാണെങ്കിൽ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ ഭാഗം തന്നെയുണ്ട്. അത് ഷോർട്ട് നോട്ട്സ് എല്ലാം നിങ്ങൾ നോക്കി വയ്ക്കുക. അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ഷോർട്ട് നോട്ട് എല്ലാം നിങ്ങൾ നോക്കുക. ആ ഒരു ഷോർട്ട് നോട്ട് ഒരു എക്സാമ്പിൾ അൻസാർ സർവിക്കാലിസ്, അപ്പൊ തന്നെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള ഇൻഡെക്സിലെ അൻസാർ സർവിക്കാലിസ് നോക്കിയിട്ട് അത് ഏത് പേജിലാണ് നോക്കുക, ആ പേജ് തുറന്ന് നോക്കുക, അതിന്റെ ആൻസർ വായിക്കാം. അതുപോലെ എല്ലാം പടപടാന്ന് നിങ്ങൾക്ക് ഒരു 6 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ 60 ഷോർട്ട് നോട്ട് കിട്ടും. 60 ഷോർട്ട് നോട്ട്, 6 അല്ല 10-നടുത്ത് നിങ്ങൾക്ക് കിട്ടി. 100 ഷോർട്ട് നോട്ടുകളും 1 മിനിറ്റ് എടുത്ത് പെട്ടെന്ന് വായിച്ചു വിടുക. ഓട്ടോമാറ്റിക്കലി ഇത് വെരി നെക്സ്റ്റ് എക്സാമിന് പോകുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വരുന്ന 10 ഷോർട്ട് നോട്ടിൽ 9 എണ്ണം ഇതൊക്കെ തന്നെയായിരിക്കും. ആ 9 എണ്ണം നിങ്ങൾക്ക് ഈ തലേദിവസം വായിച്ചതിന്റെ ചെയ്താൽ പറ്റും. 9 എണ്ണം കിട്ടുമ്പോൾ 3 × 9 9 18 27 നിങ്ങൾക്ക് 35 മാർക്ക് മതി പാസ്സാവാൻ. 27 മാർക്ക് അങ്ങനെ തന്നെ കിട്ടും. വേണ്ട 20 കിട്ടും. ബാക്കി 15 4 2 6 എസ്സേ ഉണ്ടല്ലോ. 6 എസ്സേ എന്താണ് ബാക്കി 15 മാർക്ക് കിട്ടും. അപ്പൊ ആ രീതിക്ക് നിങ്ങൾക്ക് പഠിക്കണം. ഇതൊക്കെയാണ് പഠിക്കുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി എക്സാം എഴുതുന്നതിനെ കുറിച്ച് പഠിക്കുന്നതിനെ കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ എല്ലാവരും
ഫ്രീ ആയിട്ട് പഠിക്കുക, റിലാക്സ്ഡ് ആയിട്ട് പഠിക്കുക. സ്റ്റഡിയിൽ ഒരു മാസം ഉണ്ടെങ്കിൽ അതിനകത്തൊരു സിനിമയൊക്കെ വല്ലപ്പോഴും ആഴ്ചയിൽ ഒന്നൊക്കെ സിനിമ കാണുക, റിലാക്സ്ഡ് ആയിട്ട് പഠിക്കുക. അങ്ങനെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതൊരു വലിയ സംഭവം ഒന്നുമല്ല, നമ്മളെ കൊണ്ട് പറ്റാത്ത ഒന്നുമല്ല. തോൽവി ഉണ്ടാവുന്നത് ഈ സ്ട്രക്ചർ അറിയില്ലാത്തതുകൊണ്ടും പഠിക്കേണ്ട രീതി അറിയാതെ എന്തൊക്കെയോ ഇങ്ങനെ അവിടെ ഇവിടെ കിടക്കുന്നത് വലിച്ചു വാരി ഫുൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ നോക്കുന്നതുകൊണ്ട്, ഇമ്പോർട്ടന്റ് അല്ലാത്തതിന് വേണ്ടി സമയം കളയുന്നതുകൊണ്ടൊക്കെയാണ് ഫെയിൽ ആവുന്നത്. ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 100%-ല് 30% പെർഫെക്റ്റ് ആയിട്ട് 30% ഉണ്ടോ, അല്ല 30% ടോപ്പിക്ക് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചെന്ന് ഉറപ്പുവരുത്തുക. അത് നന്നായിട്ട് കവർ ചെയ്യണമെന്ന് ഉറപ്പാക്കുക. അത് പഠിക്കാതെ നിങ്ങൾ ബാക്കി 70%, ഒരു കൊല്ലം ഫുള്ള് ബാക്കി 70% ടോപ്പിക്ക് സിലബസിലെ ടോപ്പിക്ക് പഠിച്ചിട്ട് പോയാലും പരീക്ഷ പാസ്സാവില്ല. ഈ 30% ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. അങ്ങനെയുള്ള കുറെ ഇതുപോലെ നുറുക്ക് വിദ്യകളാണ് ഞാൻ ബേസിക്കലി പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ന്യൂമോണിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നിങ്ങൾക്ക് കുറെയൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ന്യൂമോണിക്സ് എല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ പരിചയപ്പെടാം. ന്യൂമോണിക്സ് എന്ന് ഒരു വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക്, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കുറെ കോമഡി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ബട്ട് അത് എനിക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു മലയാളത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ ന്യൂമറിക്സ് ഉണ്ടായി. ബട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ളത് നമുക്ക് വേറെ രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാധനം പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്കാൽപ്പിന്റെ നെർവ് സപ്ലൈ സ്കാൽപ്പ് തന്നെ ഒരു ഇതാണ്. സ്കാൽപ്പിന്റെ ലേയേഴ്സ് ഓഫ് സ്കാൽപ്പിനകത്ത് സ്കാൽപ്പ് തന്നെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സിനോണിമാണ്. എസ് ചേർത്ത് സ്കിന്ന്, സി ചേർത്ത് കണക്റ്റീവ് ടിഷ്യൂ, എ ചേർത്ത് അപ്പോ ന്യൂറോസ്, അതുപോലെ തന്നെ പിന്നെ എൽ ചേർത്ത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, പി ചേർത്ത് പെരിക്രേനിയം. അതുപോലെ അതാണ് SCALP, സ്കാൽപ്പിന്റെ ലെയേഴ്സ്. അത് ന്യൂമോണിക് ആണ്. അതുപോലെ തന്നെ വേറെ ഡിഫറെന്റ് ന്യൂമോണിക് പറയാം. സ്കാൽപ്പിന്റെ നെർവ് സപ്ലൈ ഗ്ലാസ്, GLASS. നമ്മള് ഗ്ലാസ് ഇല്ല ജനലിന്റെ ഒക്കെ, ആ ഗ്ലാസ്. ഈ നെർവ് സപ്ലൈ സ്കാൽപ്പിൻ്റെത് ഒന്ന് ഗ്രേറ്റർ ഓക്സിപിറ്റൽ ഓർ ഗ്രേറ്റർ ഓറിക്കുലർ നെർവ്, അത് G. എൽ ചേർത്ത് ലെക്സർ ഓക്സിപിറ്റൽ, അത് L. എ ഓറിക്കുലർ ടെമ്പോറൽ, A. അതുപോലെ തന്നെ സുപ്രാ ട്രോക്ലിയർ ഒരു S, പിന്നെ സുപ്രാ ഓർബിറ്റൽ ഒരു S. അപ്പൊ ഗ്ലാസ് ആയി. അങ്ങനെ ന്യൂമോണിക്സ് വെച്ച് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ അൻസ സെർവിക്കാലിസ് എന്ന് പറഞ്ഞ ഇതിന്റെ ബ്രാഞ്ചസ് ഓഫ് അൻസ സെർവിക്കാലിസിന്റെ ആണ് ദിസ് ഗോസ്റ്റ്, THISGHOST, ഈ ഭൂതം എന്നാണ് എന്റെ അർത്ഥം. അതുപോലെ ഒരുപാട് ഇതിനകത്തുണ്ട്. അപ്പൊ അത് ഞാൻ ഇപ്പൊ ജസ്റ്റ് എനിക്ക് കിട്ടിയതേ ഉള്ളൂ. അതുപോലെ നമ്മൾ പല ബുക്സ് റെഫർ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ന്യൂമോണിക്സ് എല്ലാം വെച്ച് പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എല്ലാം എക്സാം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ, തിയറി അല്ല പറഞ്ഞത്. ഇനി നമ്മൾ നിങ്ങൾക്ക് വേണ്ട ഡെമോ ആയിട്ടുള്ള ഓറിയന്റേഷൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെ പഠിക്കണത്. പിന്നെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ വെറുതെ മിഡിൽ ഇയറിനെ കുറിച്ചും സമ്മാനുള്ള പ്ലാനിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അത് ഇനി നമ്മൾ ട്യൂഷൻ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് എക്സാമിന് ഇങ്ങനെ പോയിന്റ്, ഞാൻ ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് നോക്കാതെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ നോക്കി വ്യക്തമായിട്ട് അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കി, നോട്ട്സ് ഉണ്ടാക്കി, ആ നോട്ട്സ് തന്നുകൊണ്ട് ആ നോട്ട്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിപ്പിക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ സ്ട്രക്ചർ. ആയിരിക്കും ക്ലാസ് പോകുന്നത്. ക്ലാസ്സിന്റെ കൂടെ ഒരുപാട് എന്താണ് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സ്ലൈഡുകൾ, ഫിഗർ, നോട്ട്സ് കാര്യങ്ങളെല്ലാം മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. എന്താണെങ്കിലും ഇതൊരു ഓൺലൈൻ ലൈവ് ക്ലാസ് ആയിരിക്കില്ല, കാരണം പലർക്കും പല സമയത്തായിരിക്കും പഠിക്കുന്നത്. എല്ലാവർക്കും നമ്മളൊരു പർട്ടിക്കുലർ സമയത്ത് ഓൺലൈൻ വന്നു കഴിഞ്ഞാൽ വരാൻ പറ്റിയില്ല. മാത്രമല്ല നെറ്റ് സ്ലോ ആയിരിക്കും. കാരണം ഞങ്ങൾ റെക്കോർഡായിട്ട് വീഡിയോ തരാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യാവുന്ന രീതിക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ ഫീസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്റെ സുഹൃത്ത് മുഷ്താഖ് വ്യക്തമായിട്ട് പറഞ്ഞ് ഐഡിയ തന്നിട്ട് അവന്റെ ഓറിയന്റേഷൻ ക്ലാസ്സിൽ ഇതൊക്കെ ഉണ്ടായെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാണ്, ഫീസ് ഓറിയന്റഡ് ആയിട്ടല്ല നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ദ ഹോൾ ഡേ പ്രിപ്പയർ ചെയ്തിട്ടേ ഒരു ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 1-2 ക്ലാസ് എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് അതുപോലെ പഠിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതിന്റെ ഒരു ചെറിയ പോക്കറ്റ് മണി എന്നുള്ള രീതിക്ക് ഒരു ചെറിയ ഫീസ് വാങ്ങുന്നതെന്നല്ലാതെ ഞങ്ങൾ പല കോളേജ് ഞങ്ങൾ അറിഞ്ഞു പെർ സബ്ജക്ട് 4000-5000 രൂപയ്ക്കൊക്കെ ട്യൂഷൻ എടുക്കുന്നത്. പല കുട്ടികളും പോകുന്നുണ്ട് ഓൺലൈനിലും. പണ്ടിപ്പം ലോക്ക്ഡൌൺ മുമ്പാണ് ഓഫ്ലൈനിൽ. അപ്പൊ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവർക്കൊക്കെ കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെറിയ പൈസയ്ക്ക് പെർ സബ്ജക്ട് ഒരു 1000, പെർ സബ്ജക്ട് അല്ല പെർ പേപ്പർ 1000 rupees എന്ന രീതിക്ക് അങ്ങനെ നമ്മുടെ 3 പേപ്പർ, അനാട്ടമി ഒരു പേപ്പർ, അനാട്ടമി ആൻഡ് ഓറൽ സ്റ്റോറേജ് ഒരു പേപ്പർ, പിന്നെ ഫിസിയോ ആൻഡ് ബയോളജി ഒരു പേപ്പർ, അങ്ങനെ 3 പേപ്പറും കൂടെ 3000 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ജെന്യുവനായിട്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ നമ്മളെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ അത് അവർക്ക് ഡിസ്കൗണ്ട് ചെയ്തോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വരെ കൊടുക്കുന്ന രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം, നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ അല്ല എന്ന് തോന്നുവാണെങ്കിൽ പൈസ തിരിച്ച് റീഫണ്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. ഈ രീതിക്ക് 100% നമ്മുടെ PDS
ഇനി വരും വർഷം ഇപ്പൊ നിങ്ങളുടെ ഈ ബാച്ചിന് സെക്കൻഡ് ഇയർ ആകുമ്പോൾ സെക്കൻഡ് ഇയറിന്റെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഗ്രാജുവലി കൊണ്ടുപോയി എല്ലാ ഇയേഴ്സിന്റെയും 100% പാസ്സാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും ഇത് കണ്ടിട്ട് നിങ്ങൾ റിവ്യൂ നിങ്ങളുടെ ഓരോ ബാച്ചിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് നമ്മുടെ ഒരു ഗ്രൂപ്പിലുണ്ട്, അവരോട് റിവ്യൂ പങ്കുവയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക. ശരിയാണ്, ബൈ.